നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ മെഷീൻ കേടായതിനെ തുടർന്ന് നിരവധി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ആശുപത്രിയിലെ എക്സ്റേ വിഭാഗത്തിലെ ജീവനക്കാർ എക്സ്റേ എടുക്കാൻ വരുന്നവരെ പുറത്തുള്ള 2 ലാബുകളിലേക്ക് പറഞ്ഞുവിടുകയാണെന്ന് ആരോപിച്ച് ഇവരെ പലതരത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സത്യാവസ്ഥ അറിയാതെയാണ് പലരും ഇവരെ വിമർശിച്ചിട്ടുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ കേടുവരുന്നതിൽ ആർക്കും ഉത്തരവാദിത്തം ഉണ്ടാകില്ലെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാൻ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടാണ്. 13-14 തീയതികളിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു തെറ്റായ നമ്മുടെ ആശുപത്രിയെക്കുറിച്ചുള്ള തെറ്റായ ഒരു ഇൻഫർമേഷൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു ചാനലിൽ വന്നിരിക്കുന്നത്. 4/12 നമ്മുടെ എക്സ്റേ മെഷീൻ കേടാവുകയും നമ്മൾ അപ്പോഴേ തന്നെ ഓഫീസിൽ നമ്മുടെ ആ സെക്ഷനിലുള്ള കുട്ടികൾ കംപ്ലയിൻറ്റ് തരികയും നമ്മൾ അപ്പോഴേ തന്നെ സൈറക്സ് ടീം ഇത് റിപ്പയർ ചെയ്യുന്ന ആ ഒരു ടീമിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനായിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. 5/12 രാവിലെ സൈറക്സ് ടീം വന്ന് അത് ഒരു ലേസർ കമ്പോണൻറ്റിൻ്റെ ഒരു ഡിഫക്റ്റ് ആണെന്നുള്ളത് അപ്പോൾ കൺഫേം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ ചെന്നൈയിലുണ്ടായ ഹെവി ഫ്ലഡ്സിൻ്റെ കാരണത്താൽ ഇതിൻ്റെ പാർട്സ് നമുക്ക് അത് കറക്റ്റ് സമയത്ത് കൊണ്ടുവരാനും ഇത് അസംബിൾ ചെയ്യാനുമുള്ള കുറച്ചൊരു ഡിലേ വന്നു. അതിൻ്റെ ബേസിസിൽ 10/12 അതിൻ്റെ സ്പെയർ പാർട്ട് കൊച്ചിയിലെത്തുകയും നമ്മൾ 11/12 7:30 ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ അത് കൊണ്ടുവന്ന് അത് അസംബിൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ 11-ാം തീയതി തന്നെ വൈകിട്ട് അത് ഫങ്ഷണൽ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഇഷ്യൂ ഉണ്ടാവുന്നത്. നമുക്ക് കുറച്ച് പേര് ഇവിടെ വരികയും നമ്മുടെ സ്റ്റാഫിനെ പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് വിളിച്ച് ഇറക്കി അത് പുറത്തിറക്കി നിർത്തി അവരെ ആക്ഷേപിക്കുകയും അവരുടെ ഫോട്ടോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ വരികയും അവർ ഇവിടെ ഇരുന്ന് പുറത്ത് ലാബുകളിലേക്ക് വിടുകയാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് വളരെ നമ്മുടെ സ്റ്റാഫുകളെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളോട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പോലെ നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ആ മനോവീര്യം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും തന്നെയും ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥാപനത്തിലുള്ള ജീവനക്കാരും അവരവരുടെ ജോലികൾ അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യുന്നവരാണ്. കുറച്ച് ഇതുപോലുള്ള 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ കേടാവരുതെന്ന് നമ്മൾ ശഠിക്കാൻ പറ്റത്തില്ല. ഒരു കേടായി കഴിഞ്ഞാൽ അതിനുള്ള റിപ്പയർ ചെയ്തേ പിന്നെ നമുക്കത് ശരിയാവുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ സാവകാശം ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും വരും. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പേഷ്യൻസിന് ഈ ഒരു സർവീസ് ആ ഒരു പീരീഡിൽ കിട്ടാതെ പോകുന്നുണ്ട്. അത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല. 24 മണിക്കൂർ സർവീസ് കൊടുക്കുന്ന ഒരു ഉപകരണം കേടാവുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളെ എല്ലാവരെയും നമ്മുടെ വർക്കിനെ ബാധിക്കാത്ത വിധം നമ്മൾ സോഷ്യൽ മീഡിയകളിൽ ഓരോ കാര്യങ്ങൾ കൊടുത്താൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരഭിപ്രായം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി എക്സ്റേ യൂണിറ്റിനെ പറ്റി സമൂഹ മാധ്യമത്തിൽ വന്ന അപകീർത്തികരമായ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. നമ്മുടെ എക്സ്റേ മെഷീൻ്റെ റീഡറിന് ഒരു ലേസർ കമ്പോണൻറ്റിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. 4/12 അത് കംപ്ലയിൻ്റ് ആയത് ഉച്ചയ്ക്ക്. അപ്പോൾ തന്നെ ഞങ്ങളത് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ എല്ലാ ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിൻ്റെ KMSEയിൽ അസൈൻ ചെയ്തിട്ടുള്ള ഒരു ടീമാണ് സൈറക്സ്. അവരിൽ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തായിരുന്നു. അന്ന് തന്നെ അവർ വൈകിട്ട് വന്ന് അത് ചെക്ക് ചെയ്തു. പിന്നെ അടുത്ത ദിവസം രാവിലെ വന്ന് അവരൊന്നുകൂടെ കൺഫേം ചെയ്തു ലേസർ കമ്പോണൻറ്റിനാണ് പ്രശ്നം ഉണ്ടായതെന്ന്. അപ്പോൾ ആ സമയത്ത് ഈ സ്പെയർ പാർട്ട് ചെന്നൈയിൽ നിന്നാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ ചെന്നൈയിൽ ഫ്ലഡും ഹെവി റെയിനും ആയത് കാരണം അവർക്ക് പർച്ചേസ് ഓർഡർ റേസ് ചെയ്യാനൊക്കെ കുറച്ച് ഡിലേ വന്നു. അങ്ങനെ കുറച്ച് വൈകിട്ട് സാധനം കൊച്ചിയിലെത്തിയത് 10/12 കൊച്ചിയിലെത്തിയത് വൈകിട്ട്. അതിനുശേഷം 11-ാം തീയതി അത് കൊട്ടാരക്കര രാത്രി ഒരു 7:30 ആയപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെത്തി. അന്ന് അവർ ഇൻസ്റ്റാൾ ചെയ്തില്ല, നൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തില്ല, മോർണിംഗ് വന്ന് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അങ്ങനെ പിറ്റേന്ന് ഇൻസ്റ്റലേഷന് ഇരിക്കുകയായിരുന്നു, അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത്. അതായത് നമ്മളിവിടുന്ന് എല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് പുറത്തെ ലാബുകാരെ സഹായിക്കാനായിട്ട് കമ്മീഷൻ കൈപ്പറ്റി പുറത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം മെഷീൻ കംപ്ലയിൻ്റ് ആക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ഡിലേ ആക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള
വാർത്തകൾ ഞങ്ങളെല്ലാവരുടെയും ഫേസ് വെച്ചിട്ടൊക്കെ പ്രചരിച്ചത്. അത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. എന്തായാലും ഞങ്ങളുടെ സത്യാവസ്ഥ ഞങ്ങളുടെ അധികൃതർക്ക് അറിയാം. ഞങ്ങൾക്ക് അതിനെല്ലാ റെക്കോർഡ്സും ഉണ്ട്. എന്തായാലും ഇതുപോലുള്ള തെറ്റായ പരാമർശങ്ങൾ ഇനിയെങ്കിലും വരരുതെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ നടന്ന കാര്യം വ്യക്തമായി അറിയാതെ, സത്യാവസ്ഥ അറിയാതെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ആയാലും എല്ലാവരുടെയും ആയിട്ടുള്ള വീഡിയോസ് പ്രചരിക്കുന്നതിലോട് തീരാത്ത പ്രതിഷേധമുണ്ട്. എന്ത് പ്രതിഷേധമാണെങ്കിലും എന്താണ് അവസ്ഥ, എന്താണ് സ്ഥിതി എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാക്കാനും എന്ത് ചെയ്യാനും പാടുള്ളൂ. നമ്മുടെ റേഡിയോളജി മെഷീൻസ് എല്ലാം ഇലക്ട്രോണിക് മെഷീൻസാണ്. അപ്പോൾ CT സ്കാൻ ആയാലും എക്സ്റേ ആയാലും 24 hours വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ മെഷീൻ എന്തായാലും പ്രശ്നങ്ങൾ, കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ സ്പെയർ പാർട്സ് മാറ്റി വെക്കേണ്ട സംഭവം വരുമ്പോഴാണ് കുറച്ച് ഡിലേ വരുന്നത്. അപ്പോൾ അത് നമ്മളാരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അത് ജനങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു.